ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗപ്പീസിൻ്റെ ബെറ്റാസിൻ്റെയൊക്കെ ഫുഡൊക്കെ തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ ഫുഡ് വാങ്ങാൻ പോവുകയാണ്. ഏകദേശം ഒരു മാസത്തേക്കുള്ള ഫുഡ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. ഈ ടിന്നിലാണ് ഫുഡ് നമ്മൾ ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതുപോലെ തന്നെ ബാക്കി വന്ന കുറച്ച് അർട്ടീമിയ ക്യാപ്സൂളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 10-25 വെറൈറ്റി ഗപ്പികൾ അത്ര തന്നെ ബെറ്റാസും അതിൻ്റെ ഫ്രൈസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തേക്കുള്ള ഫുഡ് ചിലവ് കാര്യങ്ങളൊക്കെ എത്രയാണെന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളതിന് പോയിരിക്കുന്നത് എറണാകുളത്ത് സൗത്ത് പാലത്തിൻ്റെ അടുത്തുള്ള ട്രോപ്പിക്കൽ അക്വേറിയത്തിലേക്കാണ്. ഇതൊരു ഹോൾസെയിൽ കടയാണ്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ പല തരത്തിലുള്ള ഫുഡുകൾ വെച്ചിട്ട് ഈ ചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എല്ലാ ടൈപ്പ് മീനുകൾക്കും കൊടുക്കാൻ പറ്റിയ ഫുഡ് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും ഇവിടെ നിന്നാണ്, എല്ലാ കടക്കാരും റീറ്റെയിലുകാരെല്ലാവരും ഇവിടെ വന്നാണ് ഫുഡ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 2-3 ടൈപ്പ് ഫുഡാണ് വാങ്ങുന്നത്. അതായത് ആദ്യം പ്രിൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ വാങ്ങുന്നത് അർട്ടീമിയ ഫ്ലേക്കാണ്. ഫ്ലേക്ക് നമ്മൾ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നതാണ്. നമുക്കതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെയുള്ള മറ്റ് ഫിഷ് ഫുഡുകളിൽ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് 4 ഗപ്പി. ഇതാണ് സാധാരണ രീതിയിൽ എല്ലാ തുടക്കക്കാരും ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങുന്നത്. അത്യാവശ്യം നല്ലൊരു ഫുഡാണിത്. പിന്നെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗപ്പികൾക്ക് കൊടുക്കുന്ന ഫുഡ് മുതൽ അരോണ, ആലിഗേറ്റർ കാർ, അതുപോലെ തന്നെ ഷ്രിമ്പ്, അതുപോലെ തന്നെ നമ്മുടെ ടർട്ടിൽ, ഇതിനെല്ലാം കൊടുക്കുന്ന ഫുഡുകളും അതിൻ്റെ സൊല്യൂഷൻസും എല്ലാ കാര്യങ്ങളും ഫംഗൽ പിടിക്കാതിരിക്കാനുള്ള സൊല്യൂഷൻസും എല്ലാം ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഗപ്പികൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകൾ കൊടുക്കുന്ന മൈക്രോ പലറ്റ്സ് ആണ്. പക്ഷേ സാധാരണ രീതിയിൽ ഞാൻ 4 ഗപ്പിയാണ് പ്രൊമോട്ട് ചെയ്യുള്ളൂ. ഇതിന് 150 റുപ്പീസാണ് MRP എങ്കിൽ ഇവിടെ 60 രൂപക്കാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് 200 രൂപയുടെ ഫ്ലേക്സ് നമുക്കിവിടെ ഏകദേശം ഒരു 100 രൂപക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്തായിട്ട് ഒപ്റ്റിമത്തിൻ്റെ മൈക്രോ പലറ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് MRP 125 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് 60 രൂപക്കാണ് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നത്. അടുത്ത ഇത് ഹൊറൈസൻ്റെ ആരോണക്ക് കൊടുക്കുന്ന ഫുഡാണ്. ഇതിൻ്റെ MRP 295 ഏകദേശം ഒരു 150 രൂപയ്ക്ക് നമുക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് ബെറ്റാസിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഹൊറൈസൻ്റെ റോയൽ. ഇത് ഏകദേശം 40 രൂപക്കാണ് ഒരു പെട്ടി നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ റെഡ് ഇയർ വിദേശിയാമകൾക്കൊക്കെ കൊടുക്കുന്ന ഫുഡാണ് ഈ കാണുന്നത്. ഇതും നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ വാങ്ങാൻ കിട്ടുന്നതാണ്. കോയി കാർപ്പിനുള്ള ഫുഡുണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പുള്ള സൊല്യൂഷൻസ്. ഇതിപ്പോൾ വെള്ളത്തിലെ ക്ലോറിൻ കണ്ടൻറ്റ് കളയാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 40-60 രൂപ റേഞ്ച് നമുക്ക് കിട്ടുന്നതാണ്. ഇത് വെള്ളത്തിലെ ബാക്ടീരിയയിലെ കളയാനുള്ള ഒരു സൊല്യൂഷനാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം ഒരു 40-60 രൂപ റേഞ്ചിൽ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇതിൻ്റെ MRP വരുന്നത് ഏകദേശം 150 രൂപയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് ഫംഗൽ ബ്ലൂ സൊല്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫംഗസൊക്കെ കളയാനായിട്ടുള്ള നല്ല അടിപൊളി സൊല്യൂഷനാണിത്. ഇതും 60 രൂപ റേഞ്ചിലാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 150 രൂപയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കടക്കാർ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് അവർ ചെറിയൊരു മാർജിൻ കൂട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ബൾക്കായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഏത് ഫിഷ് ഫുഡാണ് വേണ്ടത് ആ ഒരെണ്ണമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം സൗത്ത് പാലത്തിൻ്റെ അടിയിലായിട്ടുള്ള ട്രോപ്പിക്കൽ അക്വേറിയമാണ്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അക്വേറിയം ഷോപ്പാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫുഡുകളെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഒരു മാസത്തേക്കുള്ള ഫുഡാണ് ഈ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് പ്രിൻസ്വീൻ 90 രൂപയാണ് ഒരു പാക്കറ്റ്. അതുപോലെ തന്നെ അർട്ടീമിയ ഫ്ലേക്ക് 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തീരുന്നതാണ്, അതുകൊണ്ടാണ് 2 പാക്കറ്റ് വാങ്ങിയത്. ഇത് ഒരു പാക്കറ്റ് 60 രൂപയാണ് വരുന്നത്. അപ്പോൾ 2 പാക്കറ്റ് ആകുമ്പോൾ 120 രൂപ. പ്രിൻസ്വീൻ നേരത്തെ പറഞ്ഞ പോലെ 90 രൂപ. ഇത് ഏകദേശം ഒരു മാസത്തേക്ക് ഉണ്ടാവും, കാരണം വളരെ കുറച്ച് ആവശ്യമുള്ളൂ പ്രിൻസ്വീൻ. ഇത് ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ടിന്നിലാക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് കയറിയിട്ട് പെട്ടെന്ന് ചീത്തായി പോകും. ഇത് പിന്നെ അടുത്തത് 4 ഗപ്പിയാണ്. 4 ഗപ്പി നമ്മൾ വാങ്ങിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 40 രൂപയാണ് 4 ഗപ്പിക്ക്. ഇത് വാങ്ങിച്ചത് നമുക്ക് മിക്സഡ് ഗപ്പികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം കൂടുതൽ റേറ്റുള്ള ഫുഡുകളൊക്കെ നമ്മൾ മിക്സഡ് ഗപ്പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ടാണ് 4 ഗപ്പി വാങ്ങിച്ചത്. അടുത്തായിട്ട് റോയലിൻ്റെ ബെറ്റാസിൻ്റെ ഫുഡുകളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇത് 40 രൂപ നമുക്കിത് വരുന്നുള്ളൂ. ഇത് MRP കൊടുത്തിരിക്കുന്നത് ഏകദേശം 120 രൂപയാണ് MRP കൊടുത്തത്. നമുക്ക് 40 രൂപക്കാണ് ഇത് ഹോൾസെയിൽ റേറ്റിൽ കിട്ടിയത്. അങ്ങനെ എല്ലാം കൂടി ഏകദേശം 290 രൂപക്കാണ് ഒരു മാസത്തേക്കുള്ള ഫുഡ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 25 വെറൈറ്റി ഗപ്പികളും 25 പെയർ ബെറ്റാസും പിന്നെ അതിൻ്റെ എല്ലാം പ്രൈസ്. ഇപ്പോൾ ഗപ്പികൾ മാത്രം ഏകദേശം ഒരു 10,000-ന് മേളിൽ ഗപ്പികളുണ്ടാവും 25 വെറൈറ്റി ആയിട്ട്. അതുപോലെ തന്നെ ബെറ്റാസ് 25ഓളം ബ്രീഡിംഗ് പെയർ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ആകെ 290 രൂപയുടെ ഫുഡാണ് നമുക്ക് ഒരു മാസത്തേക്ക് വരുന്നത്. ഇത് നമ്മൾ മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് ലൈഫ് ഫുഡ്സ് നമ്മൾ സെപ്പറേറ്റ് വേറെ കൊടുക്കുന്നുണ്ട്. മൊയിന, അർട്ടീമിയ, അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവ. ബാക്കി വരുന്ന ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഫ്ലേക്സും പെല്ലറ്റ്സൊക്കെ കൊടുക്കുന്നത്. ഇനി ബെറ്റാസിൻ്റെ ഇത് പൊട്ടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സീൽ ചെയ്ത കവറിലാണ് വരുന്നത്. ഇത് ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ് റോയൽ ബെറ്റ ഫുഡ്.
ഇതാണ് ഞാൻ എൻ്റെ ബെറ്റാസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഇതാണ് കൊടുക്കുന്നത്. ബാക്കി ദിവസങ്ങളിൽ ലൈവ് ഫുഡ്സാണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10-25 ബ്രീഡിംഗ് പെയറിന് ഏകദേശം ഒരു 2 മാസത്തേക്ക് ഈ ഫുഡ് നിൽക്കുന്നതാണ്. അപ്പോൾ വളരെ ലാഭമായിട്ടുള്ളൊരു ഫുഡാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചീത്തായി പോകാതിരിക്കാൻ വേണ്ടി 2-3 ടിന്നിലാക്കി മാറ്റി വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുപ്പ് കയറി ഏകദേശം 2 മാസത്തോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ തണുപ്പ് കയറി ചീത്തായി പോകും. അപ്പോൾ നമ്മൾ 2-3 ടിന്നിലാക്കി, ഇതിപ്പോൾ ഗപ്പിയുടെ നേരത്തെ തീർന്നു പോയ ഒരു ഫുഡാണ് ഇതിൻ്റെ അകത്ത് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് മാറ്റും, ബാക്കിയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെക്കും. എന്നിട്ട് ഇത് തീരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് തുറന്നു കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഇടക്കിടക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുപ്പ് കയറി പെട്ടെന്ന് ചീത്തായി പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരു 90% പേരും തുടക്കക്കാരാണല്ലോ. അപ്പോൾ അവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അധികം ഗപ്പികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 രൂപയുടെ ഒരു ഫുഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3 മാസത്തോളം നമ്മുടെ കയ്യിലുള്ള ഗപ്പികളെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ എപ്പോഴും പൊട്ടിക്കുമ്പോൾ സെപ്പറേറ്റ് ടിന്നിലാക്കി സൂക്ഷിക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തണുപ്പടിച്ച് നമ്മൾ ഇടക്കിടക്ക് തുറക്കുമ്പോൾ ചീത്തായി പോകാൻ സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 1-2 ആഴ്ച കൊണ്ട് തീർത്തിരിക്കണം. സാധാരണ നമ്മുടെ കയ്യിൽ അധികം മീനുകളില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാകുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരുപാട് ദിവസം നിൽക്കേണ്ട ഫുഡുകളാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചീത്തായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും നഷ്ടം വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ 2-3 ടിന്നിലാക്കി സൂക്ഷിക്കേണ്ടത്. ഡെയിലി 2 നേരമാണ് ഞാൻ മീനുകൾക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ ഒരു നേരം കൊടുക്കാറുള്ളൂ. പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും ഓവർ ഫീഡ് ആവാതെ നോക്കുക. ഓവർ ഫീഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശ്നങ്ങളും വരും. നമ്മൾ വിചാരിക്കും മീനുകൾ തിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. മീനുകൾ ഓവർ സൈസ്ഡ് ആവാൻ, അതുപോലെ തന്നെ ഫാറ്റ് ശരീരത്ത് സൂക്ഷിക്കാനും കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഓവർ ഫീഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മാത്രമല്ല, ഒരുപാട് ഫുഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയാവാനും സാധ്യതയുണ്ട്. അപ്പോൾ മീനുകൾക്ക് ഒരു നേരം കഴിക്കാവുന്ന അത്രയും ഫുഡ്, ബാക്കി വരാത്ത അത്രയും ഫുഡ് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഏകദേശം ഒരു 3-4 ദിവസമാണ് ഞാനിതുപോലെ ഫ്ലേക്സും അതുപോലെ തന്നെ പെല്ലറ്റ്സും കൊടുക്കാറുള്ളൂ. ഒരു 3 ദിവസമെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ ലൈവ് ഫുഡ്സ് കൊടുക്കണമെങ്കിൽ മാത്രമേ മീനുകൾ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. ഞാൻ സാധാരണ രീതിയിൽ കൊടുക്കാറുള്ള ലൈവ് ഫുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊയ്ന, ആർട്ടീമിയ, അതുപോലെ തന്നെ മോസ്കിറ്റോ ലാർവയാണ്. അതിൽ തന്നെ ആർട്ടീമിയ ഞാൻ വലിയ മീനുകൾക്ക് സാധാരണ രീതിയിൽ കൊടുക്കാറില്ല. ഫ്രൈസിന് മാത്രമേ കൊടുക്കാറുള്ളൂ. കാരണം ചിലവ് നമ്മുടെ കയ്യിൽ നിൽക്കില്ല വലിയ മീനുകൾക്കും കൂടി ആർട്ടീമിയ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാനും, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.